ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സുബിയുടെ ഹസ്ബൻഡും കൂടെ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് വിരുന്ന് വന്നു കേട്ടോ. തീരെ പ്രതീക്ഷിച്ചില്ല. ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ജസ്റ്റ് സൂചന വന്നത് അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. വെള്ളിയാഴ്ച നൈറ്റ് പുറപ്പെട്ട് ശനിയാഴ്ച പുലർച്ചെയാണ് കേട്ടോ അവരെത്തിയത്. കോഴിക്കോട്ടേക്കായിരുന്നു ബസ്. പക്ഷേ കോഴിക്കോടേക്ക് വിട്ടില്ല. പതുക്കെ താമരശ്ശേരി വെച്ച് രണ്ടെണ്ണത്തിന് പിടിച്ചിറക്കി പുലർച്ചയ്ക്ക് ഞാൻ കാറിൽ ഇങ്ങോട്ട് വിക്ക് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ സുബി പറഞ്ഞു നമുക്ക് എന്തായാലും തോണിക്കടവ് പോകാമെന്ന്. തോണിക്കടവ് കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്ക് വീടിനടുത്താണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ പാടെ രണ്ടെണ്ണത്തിനും വിശക്കാൻ തുടങ്ങി. സുബിക്കും രാജിക്കും രണ്ടെണ്ണത്തിനും കട്ട്ലറ്റും അതുപോലെ തന്നെ ചിക്കൻ റോളൊക്കെ വാങ്ങിക്കൊടുത്ത് ഒരുവിധം വിശപ്പൊക്കെ അടക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ പാസ് എടുത്ത് തോണിക്കടവിലേക്ക് ഉള്ളിലോട്ട് കടന്ന്. അപ്പം പുറമുള്ള ജില്ലക്കാർ വന്നിട്ടുണ്ടോയെന്നറിയില്ല. തോണിക്കടവ് നല്ല അടിപൊളി സ്ഥലമാണ്. അതായത് കക്കയം ഡാമിനോട് ചേർന്ന് കിടക്കുന്ന താഴത്തെ ഭാഗമാണ്. ഇപ്പം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം നിറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുക. അപ്പം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരാറുണ്ട്. പിന്നെ മഴക്കാലം വന്നാൽ ഇത് നല്ല പച്ചപ്പാവുകയും ചെയ്യും. അപ്പം എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ വേറെ ലെവൽ സ്റ്റൈലാണ്. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ ഞങ്ങളൊരു ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴാണ് അവിടെ എത്തിയത്. ഈ വെയിലുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു കനത്ത ചൂട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇത്തവണ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളൊരു കുട എടുത്തിരുന്നു കുഞ്ഞാവുള്ളത് കൊണ്ടേ. പിന്നെ പോരാത്തതിന് ട്രൈപോഡ് എടുത്തിരുന്നു. സുബിക്കും രാജിക്കും കൂടെ അവിടെ റീൽസ് ചെയ്യണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ പറഞ്ഞിട്ട് ഞാനതും തൂക്കി നടക്കുകയായിരുന്നു. അളിയനെ കുഞ്ഞാവയ്ക്ക് നന്നായിട്ട് അങ്ങ് ബോധിച്ചിട്ടുണ്ട്. കുഞ്ഞാവ് അളിയനെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ അവരെ രണ്ടുപേരെയും കൈയും പിടിച്ച് ആളങ്ങനെ പോവുകയാണ്. അപ്പം അളിയനെ ആദ്യമായിട്ടാണ് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കോഴിക്കോട് അത്യാവശ്യം വന്നിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ തോണിക്കടവിലോട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. വെയിലും ചൂടൊന്നും പുള്ളിക്ക് ബാധിക്കുന്നില്ല, എനിക്ക് നല്ലോണം ബാധിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മാറിയിട്ട് ആ വലത് ഭാഗത്തായിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതും ഉരുളം കല്ലുകളൊക്കെ ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ അവിടെ മൊത്തം ടൂറിസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ. പണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ മതിലിൻ്റെ സൈഡിൽ വേലി കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഫ്രണ്ട്സൊക്കെ സ്ഥിരമായിട്ട് ഒരുവിധപ്പെട്ട എല്ലാ വീക്കെൻഡും ഞങ്ങളിവിടെ വരാറുണ്ട്. അടിപൊളി സ്ഥലമാണ്. കോഴിക്കോട്ടുകാർ കണ്ടിട്ടുണ്ടാവും. മറ്റുള്ള ജില്ലക്കാർ കോഴിക്കോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് നിങ്ങൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യണം. റെയിൻ സീസണൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തമായിട്ട് അങ്ങോട്ട് പച്ചപ്പാവും. കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഈ കല്യാണം അതനുബന്ധിച്ച് സേവ് ദി ഡേറ്റ് കാര്യങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ടീം അവിടെ വരാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ടീമൊന്നും ആയിരിക്കില്ല, 5-10 ടീം ഉണ്ടാകും അവിടെ പല സ്ഥലങ്ങളിലായിട്ട് നിന്നിട്ട് ഈ ഫോട്ടോസുകളൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല അസാധ്യ ഭംഗിയായിരിക്കും കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഉദ്ദേശിച്ച് വരുന്നതെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ അതിന് പറ്റിയൊരു നല്ലൊരു സ്പേസും കൂടിയാണ്. പോരാത്തതിന് ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്, വെള്ളം കൂടുതലുണ്ട്, നല്ല ഭംഗിയാണ്. നമുക്ക് ഇപ്പോൾ വലിയ ആൾക്കാർക്ക് സുഖമായിട്ട് നീന്താൻ കുളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണിത്. റീൽസ് എടുക്കാനാണ് തോന്നുന്നു. സുബി കുറേ നേരമായി ട്രൈപോഡിനോട് കളി തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം വാവയുടെ വെള്ളത്തിൽ കാലിട്ടടിക്കുന്ന ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ നടന്ന്. അപ്പം അളിയന് സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അളിയൻ പറഞ്ഞ് ഇനിയിപ്പം കുറച്ച് ഡേയ്സ് കൂടുതൽ ലീവ് കിട്ടുന്ന സമയത്ത് എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ചുറ്റുപാട് നമ്മളെ ഇപ്പം ഈ തോണിക്കടവ് കഴിഞ്ഞാൽ പിന്നെ കക്കയുണ്ട്, തലയാടുണ്ട്. അപ്പം ഈ ഒരു ലൊക്കാലിറ്റി തന്നെ കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൂരെ വഴിക്ക് നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ കണക്കാക്കി വരണം, കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്നെങ്കിൽ മാത്രമേ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓരോ സ്ഥലത്തും നിൽക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കാണാനൊക്കെ. ഫുൾ നാച്ചുറൽ സൈറ്റുകളാണ്, വേറൊന്നും പ്രതീക്ഷിക്കരുത്. ഹെവനെ വെള്ളത്തിലിറക്കി അളിയൻ കുടുങ്ങി. ഇവനാണെങ്കിൽ പുറത്തോട്ട് കയറി വരാൻ തീരെ കൂട്ടാക്കുന്നില്ല. ഇരുന്നിരിപ്പ് തന്നെ ട്രൗസറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാലിട്ടടിച്ച് വെള്ളം കൊണ്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ സ്പെയർ സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതേസമയം തൊട്ടപ്പുറത്ത് സുബിയും രാജിയും കൂടെ റീൽസ് എടുക്കാനുള്ള പ്ലാനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉരുളം കല്ലുകളാണ്, ഉരുണ്ട് പറഞ്ഞ് വീഴാതെ സൂക്ഷിച്ചും കണ്ട് റീൽസ് എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേർക്കും പിന്നെയും വിശക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് സുബിയും രാജ്യം പറയുന്നുണ്ട് ഷാപ്പിൽ ഫുഡ് വാങ്ങിത്തരണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ഏതെങ്കിലും ഷാപ്പിലേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വിട്ടു കക്കൻ ഷാപ്പിലോട്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ്, പന്നി, അതുപോലെ തന്നെ ലിവർ, ഇത്ര സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അളിയനധികം ലീവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിരുന്നു അന്ന് തന്നെ. അപ്പോൾ അന്ന് വൈകിട്ടത്തേക്ക് ബസ്സിന് ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകാൻ നിന്നില്ല, നേരെ പിടിച്ചു നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്ക്. ബീച്ചിലെത്തുമ്പോഴത്തേക്കും രണ്ടുപേർക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ 4 ഐസ്ക്രീം വെച്ചിട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞപ്പം നമ്മളെ കാടമുട്ട വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങി. പിന്നെ കോളിഫ്ലവർ റോസ്റ്റ് പൊരിച്ചതും എല്ലാം കൂടെ കഴിച്ചു. ഏകദേശം സമയമായി തുടങ്ങി. അപ്പോൾ പിന്നെ പതുക്കെ ബീച്ചിൽ നിന്ന് ഒഴിവായി. 8:45 ബസ്സിൻ്റെ ടൈം. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഗോകുലം മാളിലേക്ക് പോയി.
അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നേരെ പാളയത്തോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയത് കറക്റ്റ് ടൈമിലായിരുന്നു. ബസ് ട്രാക്കിലോട്ട് ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ചിപ്സും ഹലുവയും വാങ്ങാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അവൾ പറഞ്ഞു ചിപ്സ് ഒന്നും വേണ്ട, ഹലുവ മാത്രം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരെ പോയി നമ്മളെ കോഴിക്കോട് ഹലുവ കുറച്ച് വാങ്ങി അതെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു. കുഞ്ഞാവ് 2 പേരുടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. എന്തോ അവന് തോന്നി അവർ 2 പേരും പോവുകയാണെന്ന്. അപ്പോൾ വല്ലാത്തൊരു മിസ്സിങ്, വല്ലാത്തൊരു സങ്കടം ഉണ്ട് അവൻ്റെ മുഖത്ത്. ഡേ ടൈം മൊത്തം ഇവർ 2 പേരും കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നല്ല ഹാപ്പി ആയിരുന്ന ആൾ. അപ്പോൾ ഏകദേശം ബസ് എടുക്കാനുള്ള സമയമായി. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഡേ സൂപ്പറായിരുന്നു. അടിച്ച് പൊളിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അളിയൻ അതിലേറെ പൊളിയാണ്. അളിയൻ പറഞ്ഞ അടുത്ത തവണ വന്നാൽ എന്തായാലും ഇതിനും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ചുറ്റി കറങ്ങാം. എന്തായാലും അടുത്ത മാസം ഹോളിഡേ കിട്ടുന്ന സമയത്ത് നേരെ നാട്ടിലോട്ട് തിരിച്ച് വരാമെന്ന് വാക്ക് തന്നിട്ടാണ് അളിയനും പെങ്ങളും ബസ് കയറിയത്. എന്തായാലും നല്ല സന്തോഷമായി 2 പേരും വന്നതിൽ, അതും സർപ്രൈസായിട്ട് വന്നതിൽ അതിലേറെ സന്തോഷം. അങ്ങനെ അവരെ 2 പേരെയും ബസ് കയറ്റി വിട്ട് ഞാനും രാജ്യം കുഞ്ഞാവെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.